അള്ളാഹുവിന്റെ പ്രവാചകർ സ്വഹാബത്തിനെല്ലാം മദീനത്തെ പള്ളിയിലേക്ക് വിളിച്ചു കൂട്ടിയിട്ട് മദീന പള്ളിയുടെ മുമ്പിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകർ കയറുകയാണ്. ആ ഓരോ പടികളിലേക്ക് കാല് വെക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു ആമീൻ ആമീൻ ആമീൻ. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ ഇറങ്ങി വന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകരോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, സാധാരണയ്ക്ക് വിരുദ്ധമായി ഓരോ പടികളിൽ കാലെടുത്ത് വെക്കുമ്പോ അള്ളാന്റെ പ്രവാചകരെ അങ്ങെന്തിനാണ് നബിയെ ആമീൻ എന്ന് പറഞ്ഞത്? അള്ളാന്റെ മുത്തുനബി അവിടെ നിന്ന് പറയുകയാണ്, അത്താനി ജിബ്രീൽ, എന്റെ അടുക്കലേക്ക് മുഖറബായ മലക്ക് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു സ്വഹാബ. എന്നിട്ട് ആ ജിബ്രീൽ 3 ദുആ ചെയ്തു സ്വഹാബ. ആ ദുആയിന് ഞാൻ ആമീൻ എന്ന മറുപടി പറഞ്ഞതാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ എന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാണ്, ഒന്നാമത് ജിബ്രീൽ ചെയ്ത ദുആ എന്നറിയോ? റഹിമ അൻഫുംറിഇൻ, റഹിമ അൻഫുംറിഇൻ, ഒരു മനുഷ്യന്റെ മുഖം നിലത്തു കുത്തട്ടെ എന്ന് പറഞ്ഞാൽ അവൻ നശിച്ചു പോകട്ടെ. ഏത് മനുഷ്യൻ എന്നറിയോ? അദ്റക റമളാൻ, ആ മനുഷ്യനിലേക്ക് റമളാൻ കടന്നു വന്നതാ. പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന റമളാൻ ആ മനുഷ്യനിലേക്ക് കടന്നു വന്നതാണ്. എന്നിട്ടും ഫലം യുഗ്ഫറ ലഹു, അവന്റെ പാപങ്ങൾ അവന് പൊറുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് ദുആ ചെയ്തത്. സയ്യിദുൽ മുർസലീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആമീൻ പറഞ്ഞത്. എന്താണ് ദുആ? റദിബ അൻഫുബ്രിൻ അദ്റക റമളാൻ ഫലം യുഗ്ഫറ ലഹു. റമളാൻ കടന്നു വന്നിട്ടും ആ റമളാൻ കണ്ടവന്റെ പാപങ്ങളെ പൊറുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അവന് നാശം വരട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്യുമ്പോ ലോകത്തിന്റെ നേതാവ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ പറയുകയാണ്. ഈ ദുആ സ്വീകരിക്കോ? ഈ ദുആ സ്വീകരിക്കുന്ന വിഷയത്തിൽ സംശയമുണ്ടോ? വേണ്ട വേണ്ട, സംശയം വേണ്ട. മലക്കുകളുടെ നേതാവാണ് ജിബ്രീൽ എങ്കിൽ ലോകത്തിന്റെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ.